പത്തനംതിട്ട ജില്ലയിൽ 48,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് മൈഗ്രേഷൻ കോൺക്ലേവ് 2024. ആദ്യഘട്ടത്തിൽ കെ-ഡിസ്കിന്റെ സഹായത്തോടെ 5,000 പേർക്ക് തൊഴിൽ കണ്ടെത്തിയാണ് ബൃഹത്തായ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. പ്രവാസികളുടെ സഹകരണത്തോടെ നിരവധി പദ്ധതികൾക്കാണ് ആഗോള മലയാളി പ്രവാസി സംഗമത്തിലൂടെ തുടക്കമായിരിക്കുന്നത്. ജനുവരി മാസം തിരുവല്ലയിൽ നടന്ന മൈഗ്രേഷൻ കോൺക്ലേവിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ നടപ്പാവുകയാണ്. 48,000 തൊഴിലവസരങ്ങളാണ് പത്തനംതിട്ടയിലെ യുവജനങ്ങൾക്ക് ആഗോള പ്രവാസി സംഗമം സമ്മാനിക്കുന്നത്. വിദേശത്തെയും നാട്ടിലുള്ള തൊഴിൽദാതാക്കളുമായി ബന്ധപ്പെട്ട തൊഴിലവസരങ്ങൾ കണ്ടെത്തി ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമായ നൈപുണ്യ പരിശീലനം നൽകുന്നതാണ് പദ്ധതി. ഇതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജോബ് സ്റ്റേഷനുകളുടെ പ്രവർത്തനം ഉടൻ ആരംഭിക്കും. ഇവിടെ 5 ജോബ് സ്റ്റേഷൻസ് ആരംഭിക്കുന്നതാണ്. ഒരു നിയമസഭാ മണ്ഡലത്തിൽ 1 വീതം. അവിടെ 2-3 കൗൺസിലേഴ്സ് സർക്കാർ നിയോഗിക്കുന്നതാണ്. നോളജ് എക്കോണമി മിഷന്റെ കീഴിലായിരിക്കും ഈ ജോബ് സ്റ്റേഷൻ. ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ട് അപേക്ഷിക്കാം, അതല്ലെങ്കിൽ ജോബ് സ്റ്റേഷനിൽ ചെന്നാൽ അവര് അപേക്ഷ സ്വീകരിക്കും. മുഴുവൻ പേർക്കും തൊഴിൽ നൽകാനുള്ള പരിപാടിയാണ്. AI സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ വയോജന സംരക്ഷണം ഉറപ്പുവരുത്തുന്ന പുതിയ പദ്ധതിക്ക് ഈ മാസം 16-ന് തിരുവല്ലയിൽ തുടക്കം കുറിക്കും. ഇതോടെ ഒഴിവാകുന്നത് വയോജന സംരക്ഷണ വിഷയത്തിൽ പ്രവാസികളുടെ വലിയ ആശങ്കയാണ്. പ്രവാസികളുടെ സഹായത്തോടെ സംരംഭകത്വ വികസന പരിപാടികളും ഉടൻ ആരംഭിക്കും. കുടുംബശ്രീയുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതാണ് പുതിയ പദ്ധതികൾ. AKG പഠന ഗവേഷണ കേന്ദ്രവും VS ചന്ദ്രശേഖരപിള്ള പഠന ഗവേഷണ കേന്ദ്രവും സംയുക്തമായാണ് മൈഗ്രേഷൻ കോൺക്ലേവ് സംഘടിപ്പിച്ചത്. പത്തനംതിട്ടയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ VS ചന്ദ്രശേഖര പഠന ഗവേഷണ കേന്ദ്രം അധ്യക്ഷൻ A പത്മകുമാർ, സാഹിത്യകാരൻ ബെന്യാമിൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.